ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല, അത് എന്താണ് ലോകത്തോട് പറയുന്നത്, അമ്മ എന്താണ് ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് കേൾക്കാം. ഇത് സാത്താനെതിരെയുള്ള വലിയ ആയുധമാണ്, അന്ത്യകാലത്തിൻ്റെ സംരക്ഷണമാണ്. 6 കുട്ടികളുടെ അമ്മയായ ഒരു കർമ്മലീത്ത 3-ാം സഭ അംഗം എലിസബത്ത് സാൻഡോയുടെ ഡയറിയിൽ നമുക്ക് അമ്മ കൊടുത്ത വെളിപ്പെടുത്തലുകൾ കേൾക്കാം. 6 കുട്ടികളുടെ അമ്മയായ ഈ മകളെയാണ് മുറിവേറ്റ ആത്മാക്കളെ രക്ഷപ്പെടുത്താനുള്ള തൻ്റെ നിലവിളിയും അപേക്ഷയും പരിശുദ്ധ അമ്മ ലോകത്തെ അറിയിക്കുന്നത്. തൻ്റെ പുത്രൻ്റെ 5 തിരുമുറിവുകളുടെ യോഗ്യതയാൽ സ്വർഗീയ പിതാവിൻ്റെ പക്കൽ നിന്നും പരിശുദ്ധ അമ്മ നേടിയെടുത്ത ഈ പരിഹാരം ലോകമെമ്പാടും അറിയപ്പെടാനും അംഗീകരിക്കപ്പെടാനും പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് സാത്താനെതിരെയുള്ള വലിയ പ്രൊട്ടക്ഷനാണ്. ഇത് ലോകം മുഴുവൻ അറിയുകയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലേക്ക് നമ്മൾ ഓടിക്കയറുകയും ചെയ്താൽ ലോകം രക്ഷപ്പെടും. അതുകൊണ്ട് ലോകം രക്ഷപ്പെടാനുള്ള, ലോകത്തിൻ്റെ മാനസാന്തരം വരാനുള്ള ഒരു തീപ്പൊരി എലിസബത്ത് സാൻഡോ കൈമാറി തന്ന ഈ തീപ്പൊരി നമുക്കും കത്തിച്ചുകൊണ്ട് പറ്റാവുന്നത്രയും ദൂരം ഓടിക്കൊണ്ടിരിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വിജയം വരിക്കുമെന്നല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നത് ഫാത്തിമയിൽ. ഇതിൽ ആമുഖം എഴുതിയിരിക്കുന്നത്, ഈ പുസ്തകത്തിൻ്റെ ആമുഖം എഴുതിയിരിക്കുന്നത് സ്റ്റീഫൻ ഫോഗ്ലിനാണ്. അദ്ദേഹം പറയുകയാണ്, എലിസബത്ത് സാൻഡോയുടെ ഡയറിയിൽ നിർദ്ദേശിച്ച പ്രകാരം ഒരു നവംബർ മാസത്തിൽ രാത്രി ഉറക്കമുണർന്നപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലി ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചുവെന്ന്. ആ സമയത്ത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കുറേ മുഖങ്ങൾ നിരനിരയായി അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മൂലം വിമോചിതരാകുന്ന ആത്മാക്കളാണ് അതെന്ന് പിന്നീട് മനസ്സിലാക്കി. അതൊരു സ്വപ്നമായിരുന്നില്ല, കാരണം അദ്ദേഹം ഉണർന്നിരിക്കുകയായിരുന്നു. പ്രിയ കൂട്ടുകാരെ, ഈ എലിസബത്ത് സാൻഡോയുടെ ഡയറി നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. വളരെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, വലിയ കാര്യങ്ങളൊന്നുമല്ല എലിസബത്ത് സാൻഡോയോട് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ വെട്ടിത്തിളങ്ങുന്ന സ്നേഹാഗ്നി ജ്വാല, ആ പരിചയയിലേക്ക്, ആ സംരക്ഷണത്തിലേക്ക് നമുക്ക് ഓടിയണയാം. ഈ പുസ്തകത്തിനെ കുറിച്ച് ഇക്വഡോറിലെ ഗോയിക്കിലെ മെത്രാപോലിത്ത ഇങ്ങനെയാണ് പറയുന്നത്: യേശു ജീവനും രക്തവും ചൊരിഞ്ഞ് രക്ഷ നേടിത്തന്ന നമുക്ക് വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയുടെ അനന്തമായ സ്നേഹത്തിന് നൽകപ്പെട്ടിരിക്കുന്ന പുതിയ നാമമാണ് സ്നേഹാഗ്നി ജ്വാല. അതിനാൽ പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ പുത്രീപുത്രന്മാരോടുള്ള പരിശുദ്ധ സ്നേഹം തന്നെയാണ് ഈ സ്നേഹാഗ്നി ജ്വാല. മേരിയുടെ ഹൃദയത്തിലെരിയുന്ന ഈ ജ്വാല തൻ്റെ തനയരിലൂടെ സകല ജനപദങ്ങളിലും ജ്വലിക്കപ്പെടണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഇതിനായി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വിമല ഹൃദയത്തിലെ ഈ സ്നേഹാഗ്നി ജ്വാല വഴി ആത്മാവിൻ്റെ അഭയകേന്ദ്രമായ ഈശോയുടെ 5 തിരുമുറിവുകളിൽ അടങ്ങിയിരിക്കുന്ന അനന്തനിധികൾ നമ്മൾ കണ്ടെത്തുകയും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക എന്ന ലളിതമായ എന്നാൽ ആഴമേറിയ പ്രാർത്ഥന നാം ചൊല്ലുമ്പോൾ ലഭിക്കുന്ന സംരക്ഷണത്തെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്യുന്നു. ലോകത്തെ ഭരിക്കുന്ന തിന്മയുടെ ശക്തികളെ ഓരോ ദിവസവും തോൽപ്പിക്കാനുള്ള ശക്തിയേറിയ ആയുധമാണ് ഈ വിശുദ്ധ കുരിശ്. അതിനാൽ എല്ലാ ക്രിസ്ത്യാനികളെയും ഉജ്ജ്വലിപ്പിക്കാനായി സ്നേഹാഗ്നി ജ്വാല കൊളുത്തപ്പെടണം. എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളിലെയും മാതാപിതാക്കളെ രക്ഷിക്കുവാനായി, എല്ലാ പുരോഹിതരെയും സമർപ്പിതരെയും വിശുദ്ധീകരിക്കാനായി ഈ അഗ്നി ജ്വലിച്ചെരിയണം. ക്രിസ്തുവിനോട് കൂടുതൽ അനുരൂപപ്പെടുക വഴി അവരുടെ പൗരോഹിത്യ നിർവഹണത്തിൽ, അവരുടെ സഹോദരന്മാരെ സ്നേഹിക്കുന്നതിൽ അവർ പൂർണ്ണത കൈവരിക്കും. മരണവേദനയിലും രോഗത്തിലും സഹനങ്ങളിലുമെല്ലാം ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹിമ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് ഈ സ്നേഹാഗ്നി ജ്വാല ഉയരണം.
മരണശേഷം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പ്രത്യാശയിലേക്ക് നയിക്കത്തക്ക വിധം സ്നേഹാഗ്നി മരണശേഷവും നമ്മിൽ ജ്വലിക്കപ്പെടട്ടെ. ഈ സ്നേഹ സന്ദേശങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടാൻ നാം അനുമതി നൽകുകയും പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ പ്രശോഭിതരായ ആത്മീയ ഉണർവോടുകൂടി ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാൻ ഈ പുസ്തകം അനേകർക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ് പിതാവ് എഴുതി വച്ചിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് അധികാരികൾ ഹംഗറിയിലെ സഭയെ വളരെയേറെ ദ്രോഹിച്ചിരുന്നു. ഇതിനു മുൻപ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത വിധം വൈദികരെ ഉപദ്രവിച്ചു, ജയിലിലടച്ചു, കൊന്നുകളഞ്ഞു, സന്യാസ സഭകൾ പിരിച്ചുവിട്ടു, സ്വത്തുക്കൾ പിടിച്ചെടുത്തു, സഭ തകർക്കപ്പെട്ടു. സാത്താൻ വിജയം വരിച്ചതുപോലെ നാശങ്ങൾ അഴിച്ചുവിട്ടു. പല വൈദികരും സഭ വിട്ടുപോയി, ബാക്കിയുള്ളവർ നിശബ്ദരായിരുന്നു. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധികളിൽ കൂടെ ഈ ഹംഗറിയിലെ സഭ കടന്നു പോവുകയാണ്. വൈദികരൊന്നുമില്ലാത്ത ഗ്രാമങ്ങളും പട്ടണങ്ങളും സാധാരണമായി. പക്ഷേ തീക്ഷ്ണമതികളായിട്ടുള്ള കുറേ വൈദികർ ബസ്സിലും സൈക്കിളിലൊക്കെ സഞ്ചരിച്ച് ബലിയർപ്പണം നടത്തി. അങ്ങനെ ഒരു ചെറിയ ഗണം പീഡനങ്ങൾക്കിടയിലും വിശ്വാസദാർഢ്യം പുലർത്തി. മറ്റുള്ളവർക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പാരമ്പര്യമായിട്ട് കിട്ടിയ പഴയ തലമുറയുടെ വിശ്വാസം മാത്രം മനോധൈര്യം നൽകുന്നൊരു കാലഘട്ടമായിരുന്നു ഹംഗറിയിൽ അന്ന്. 1837 നവംബർ 27 കാബറിൻ ലബോറയ്ക്ക് പാരീസിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഒരു കാശ് രൂപം അത്ഭുത മെഡൽ കൊടുത്തത് നമുക്കറിയാം. അമ്മ സാത്താൻ്റെ തല തകർക്കാൻ പരിശുദ്ധ അമ്മയാണ് നമുക്ക് എന്ന് പല വിധത്തിൽ നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. 1917 ഫാത്തിമയിൽ അമ്മ പറഞ്ഞു, അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. അന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം മുള്ളുകളാൽ ചുറ്റപ്പെട്ട് തീജ്വാലകളാൽ വലയം ചെയ്യപ്പെട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ തീജ്വാലകളുടെ അർത്ഥമാണ് നമ്മൾ ഇന്ന് എലിസബത്ത് സാൻഡോയിലൂടെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ പെന്തക്കുസ്ത അനുഭവം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലാണ് അത് സംഭവിച്ചത്. ഇന്നും ആ അമ്മയുടെ ഹൃദയത്തിലൂടെ തന്നെ ഇത് സംഭവിക്കണം. കാരണം പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്, ദൈവകരുണയുടെ മാതാവാണ്, ദിവ്യകാരുണ്യത്തിൻ്റെ സ്ത്രീയാണ്, സകല ജനപദങ്ങളുടെയും നാഥയാണ്. ഇന്ന് സാത്താൻ കൃപയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്താൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അവൻ കൊണ്ടുവരുന്ന കാര്യങ്ങൾ തലമുറയായിട്ട് ആചരിക്കുന്ന ആചാരങ്ങളൊക്കെ വേണ്ട എന്ന് പറയുകയാണ്. ജപമാല ഭക്തി, ഉത്തരീയം ഇതൊക്കെ വേണ്ട എന്ന് വയ്ക്കാൻ അവൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുംഭസാരം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നേരിട്ട് പറഞ്ഞാൽ മതി. മാസാദി വെള്ളി, മാസാദി ശനി ഈ ആചരണങ്ങളൊക്കെ എടുത്തു പോകുന്നു. തിരുഹൃദയ ഭക്തി, കുരിശിൻ്റെ വഴി ഇതൊന്നും ആവശ്യമില്ല. അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ കൊടുത്ത് എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? ആ കുർബാന മതി. അതല്ലെങ്കിൽ കുർബാനയും വേണ്ട, നേരിട്ട് ഒരു പ്രാവശ്യമല്ലേ ബലി നടന്നത്, ഇനി നേരിട്ട് മതി കാര്യങ്ങളൊക്കെ. അങ്ങനെ വിശുദ്ധരുടെ കൂട്ടായ്മ, വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ ദേഷ്യം, എതിർപ്പുകൾ, മാലാഖമാരുടെ സഹായം പറയുമ്പോൾ ഒക്കെ പ്രശ്നം, സ്വർഗ്ഗമില്ല, നരകവുമില്ല, ശുദ്ധീകരണ സ്ഥലവുമില്ല. ഇങ്ങനെ നവീനവൽക്കരണം നടക്കുന്ന സമയമാണിപ്പോൾ. പരിശുദ്ധ അമ്മ പറഞ്ഞു, അനുദപിക്കുക, പരിഹാര പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കുക, കൂദാശ ജീവിതം നയിക്കുക. അമ്മ മാതാവ് എപ്പോഴും നമ്മോട് പറയുന്നത് ഓർക്കണേ. ഞാൻ നിരന്തരം എൻ്റെ പങ്കുവയ്ക്കലുകളിൽ പറയുന്നതാണ്, അത് കിട്ടണം ഇത് കിട്ടണം എന്ന് പറഞ്ഞ് ഓടി നടക്കേണ്ട കാലമല്ല. ഈശോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തരുന്നുണ്ട് പല പല സഹനങ്ങൾ. അത് പരിഹാര മനോഭാവത്തോടുകൂടെ ഇത് ദൈവം എനിക്ക് തരുന്നതാണ്, എൻ്റെയും ലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമായിട്ട്. ആ മനോഭാവത്തോടുകൂടെ എല്ലാ സഹനങ്ങളും ഏറ്റെടുത്ത് അതൊരു പരിഹാരമായി പ്രായശ്ചിത്തമായി കാഴ്ചവെക്കാനാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. ഈ സ്നേഹത്തിൻ്റെ അഗ്നി ജ്വാല ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വാക്കൊന്നുമല്ല, അത് പണ്ടേയുണ്ട്. മോശയ്ക്ക് കർത്താവ് മുൾപ്പടർപ്പിൽ അഗ്നിയായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ലേ? സ്നേഹം ജ്വലിച്ചെരിയുന്ന ഒന്നാണെന്ന് നമ്മൾ അത് അവസാനിക്കുന്നില്ല എന്നും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ സോളമൻ ദേവാലയ പ്രതിഷ്ഠ നടത്തിയപ്പോൾ 2 ദിനവൃത്താന്തം 7:1 ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങിയെന്ന് പറയുന്നില്ലേ?
എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ പറയുന്നില്ലേ, അവൻ നമ്മോടൊത്ത് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നല്ലോ എന്ന്. ലൂക്ക 24:32 ഈശോ തന്നെ പറയുന്നില്ലേ, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് കത്തിജ്വലിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ലൂക്ക 12:19 പറയുന്നില്ലേ. ദിവ്യഹൃദയം സ്നേഹത്തിൻ്റെ ജലധാരയാണ്. സ്നേഹത്തിൻ്റെ ആത്മാവിൻ്റെ ഇരിപ്പിടമാണ് തിരുഹൃദയമെങ്കിൽ സ്നേഹാഗ്നിജ്വാല പരിശുദ്ധാത്മാവിൻ്റെ നിസ്വനമാണ്. കാരണം പരിശുദ്ധ തൃത്വത്തിൻ്റെ ഇരിപ്പിടമാണ് തിരുഹൃദയം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നിന്നും ദൈവപുത്രനായി ഈശോ ജന്മമെടുത്ത് ഭൂമിയിൽ വന്നതും സ്നേഹാഗ്നി ജ്വാലയായാണ്. വേദപാരംഗതനായിട്ടുള്ള വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: പിതാവേ, അങ്ങയുടെ സ്വർഗീയ സ്നേഹാഗ്നി ജ്വാല നിത്യകാലവും അങ്ങേ മുൻപിൽ കത്തേണ്ടതിന് എൻ്റെ ഹൃദയമാകുന്ന അൾത്താരയിൽ എൻ്റെ ജീവൻ അങ്ങയോട് ചേർന്ന് ഒരൊറ്റ നാളമായി ആളിക്കത്തിക്കണമേ. അങ്ങയുടെ സ്നേഹാഗ്നി എൻ്റെ ആത്മാവിൽ കത്തിജ്വലിച്ച് അതിനെ ആഗിരണം ചെയ്യട്ടെ. അതുവഴി എൻ്റെ അന്ത്യനിമിഷം ഞാൻ അങ്ങയോട് ചേരട്ടെ എന്ന്. പ്രിയ സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ ഈ അന്ത്യകാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവം സ്നേഹം മാത്രമാണ്. സ്നേഹ അഗ്നിജ്വാല ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും വരുന്നത്, പുത്രനിലൂടെ വരുന്ന ഈ സ്നേഹാഗ്നിജ്വാല പരിശുദ്ധ അമ്മയിൽ നിന്നാണ് ഈ പുത്രൻ ജന്മമെടുത്തതെങ്കിൽ ഇവരുടെയെല്ലാം ഹൃദയങ്ങളിലുള്ളത് സ്നേഹാഗ്നിജ്വാലയാണ്. ഈ സ്നേഹമാണ് മനുഷ്യഹൃദയങ്ങളിൽ നിറയേണ്ടത് എന്നാണ് നമ്മൾ അവസാനം മനസ്സിലാക്കുക. സ്നേഹമാണ് സർവോത്കൃഷ്ടം. വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് കർത്താവ് തൻ്റെ തിരുഹൃദയം കത്തിജ്വലിക്കുന്ന ഹൃദയം കാണിച്ചു കൊടുത്തില്ലേ? വിശുദ്ധ ജോൺ യൂഡസ് ആണ് ആദ്യമായിട്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും ഒരുമിച്ചുള്ള ഭക്തിക്ക് തുടക്കം കുറിച്ചത്. കാതറിൻ ലബോറയ്ക്ക് കാണിച്ചു കൊടുത്ത അത്ഭുത കാശ് രൂപത്തിൻ്റെ ഒരു വശത്ത് ഇരു ഹൃദയങ്ങളും ഒരുമിച്ച് കുരിശിനാൽ ബന്ധിതമായിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആ കാശ് രൂപം മനുഷ്യൻ രൂപകൽപ്പന ചെയ്തതല്ല, ദൈവികമായ വെളിപ്പെടുത്തപ്പെട്ട ഒന്നാണ്. സ്വർഗം നൽകിയ സമ്മാനമാണത്. അതായത് തിരുഹൃദയത്തോടുള്ള വണക്കവും പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തോടുള്ള വണക്കവും ഒന്നു ചേരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. പരിശുദ്ധമ്മ വിശുദ്ധ ബ്രിജീറ്റിനോട് പറഞ്ഞു, ഒരു രഹസ്യ സന്ദേശത്തിൽ, ദിവ്യസ്നേഹാഗ്നിയിൽ അവിടുന്ന് എൻ്റെ ഉദരത്തിൽ ഉരുവാവുകയും എൻ്റെ ഹൃദയത്തിലെ സ്നേഹത്താൽ രൂപം പ്രാപിക്കുകയും ചെയ്തുകൊണ്ട് അവിടുന്ന് എൻ്റെ ഹൃദയം തന്നെയായി. അങ്ങനെ വചനവും സ്നേഹവും എന്നിൽ അവിടത്തെ രൂപപ്പെടുത്തുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ ഈ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയെ നമുക്ക് കൂടുതൽ അറിയാം. ഈ സന്ദേശം കിട്ടുന്നത് എലിസബത്ത് സാൻഡോ എന്ന ഒരു വ്യക്തിക്കാണ്. വിവാഹത്തിന് ശേഷം മിസ്സിസ് കരോളി കിൻഡൽമാൻ എന്നാണ് അറിയപ്പെട്ടത്. അമ്മയുടെ മാതാപിതാക്കന്മാരുടെ 13ാമത്തെ കുട്ടിയായിട്ടാണ് ജനിച്ചത്. അതുകൊണ്ട് അവൾക്ക് അങ്ങനെ പഠിക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഇവൾ വിവാഹം കഴിക്കുന്നുണ്ട്. കുറേ കന്യകാലയങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോയി, പക്ഷേ അവിടെ ഒന്നും എടുത്തില്ല. അങ്ങനെ സാധാരണ ഒരു തൊഴിലാളിയെ വിവാഹം ചെയ്ത് 16 വർഷം സമാധാനമായിട്ട് ജീവിച്ചു. അങ്ങനെ 1946 6 ചെറിയ കുട്ടികളും ആയ ഈ അമ്മ വിധവയാവുകയാണ്. പിന്നെ ഈ കുട്ടികളെ പോറ്റാനായിട്ട് ഭീകര പ്രയത്നം ചെയ്യേണ്ടി വന്നു. ഇരുമ്പുശാലയിൽ വരെ പണിയെടുത്തിട്ടുണ്ട്. എലിസബത്ത് സാൻഡോ തന്നെ പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാം. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഒരു കന്യാസ്ത്രീയാകാൻ ആഗ്രഹിച്ചു. ആരും എന്നെ സ്വീകരിച്ചില്ല. ഞാൻ വളരെ ദരിദ്രയായിരുന്നു. ഒരു തൊഴിലാളിയെ ഞാൻ വിവാഹം കഴിച്ചു. 6 കുട്ടികളും ജനിച്ചു. എന്നേക്കാൾ വളരെയേറെ പ്രായമുണ്ടായിരുന്ന ഭർത്താവ് നേരത്തെ തന്നെ മരണമടഞ്ഞു. കുഞ്ഞുങ്ങളെ ഞാൻ തനിച്ച് പരിപാലിക്കേണ്ടിയിരുന്നു. വളരെ കഷ്ടതയുടെ ഒരു ജീവിതമായിരുന്നു എൻ്റേത്. ഇപ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാം വിവാഹിതരായി. എനിക്ക് 10 പേരക്കുട്ടികളുണ്ട്. എൻ്റെ ഒരു മരുമകൾ ചെറുപ്പത്തിലേ മരണമടഞ്ഞു. എൻ്റെ മകൻ രോഗിയാണ്.
അവരുടെ 3 കുട്ടികളെ ഞാനാണ് വളർത്തുന്നത്. എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ജീവിക്കാനുള്ള നിരന്തരമായ ബദ്ധപ്പാടുകൾക്കിടയിൽ ഞാൻ ഒന്നും നടന്നില്ല. യാതൊരുവിധ ആഘോഷങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. അതിനൊന്നും എനിക്ക് സമയമുണ്ടായിരുന്നില്ല. ഞാനൊരു കർമ്മലീത്ത 3-ാം സഭാംഗമാണ്. കർമ്മലനാഥയുടെ ഈ സംഘടനയോട് ഞാൻ നന്ദിയുള്ളവളാണ്. കാരണം എൻ്റെ കഷ്ടതകളും ജീവിക്കാനുള്ള യത്നങ്ങളും മൂലം എൻ്റെ വിശ്വാസത്തിന് കോട്ടം തട്ടാനും ദൈവത്തെ ഉപേക്ഷിക്കാനും ഈ അംഗത്വം എന്നെ അനുവദിച്ചില്ല. വിശ്വാസത്യാഗത്തിൻ്റെ വക്ക് വരെ എത്തിയ എന്നെ ദൈവകരുണ തന്നെ രക്ഷിച്ചു. ദൈവത്തിൻ്റെ കാരുണ്യം എന്നെ പശ്ചാത്താപത്തിലേക്ക് നയിച്ചു. ഞാൻ അവിടത്തോട് കൂടുതൽ ചേർന്ന് നടക്കാൻ ആരംഭിച്ചു. 1962 മുതൽ ഞാൻ എൻ്റെ ആത്മാവിൻ്റെ അഗാധതയിൽ ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും മൂലം ഈശോയുമായി നിരന്തരമായ ഊഷ്മളമായൊരു ബന്ധം അനുഭവിക്കാൻ ആരംഭിച്ചു. ഇത് കണ്ണുകൾ കൊണ്ട് കാണുന്നതിനും കാതുകൾ കൊണ്ട് കേൾക്കുന്നതിനും അപ്പുറമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഈ ആത്മീയ അനുഭവം എങ്ങനെ പങ്കുവയ്ക്കണമെന്ന് എനിക്കറിയില്ല. ഭാഷയിൽ തന്നെ ഈ ആത്മീയ അനുഭവം വിവരിക്കാൻ ഉതകുന്ന ഒരു പദം ഇല്ല. അല്ലെങ്കിൽ ദൈവശാസ്ത്രജ്ഞർക്കോ വിദഗ്ധർക്കോ ഇതിന് കഴിഞ്ഞേക്കാം. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ ആത്മാവിൻ്റെ അഗാധതയിൽ എന്നോട് സംസാരിക്കാൻ ആരംഭിച്ചു. എന്നേക്കാൾ എത്രയോ വിശുദ്ധരും നല്ലവരുമായ ആളുകൾ ഈ ലോകത്തിലുള്ളപ്പോൾ അവരുടെ ഈ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തു എന്ന് പരിശുദ്ധ അമ്മയോട് ഞാൻ ചോദിച്ചു. പരിശുദ്ധ അമ്മ പറഞ്ഞു, നിന്നേക്കാൾ അപ്രശസ്തയും അജ്ഞയുമായ മറ്റൊരാൾ ഈ ജോലിക്കായി എനിക്ക് കണ്ടെത്താൻ കഴിയില്ല. ഈ സുപ്രധാന സന്ദേശങ്ങളെ സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും എന്നെ കർത്താവ് തിരഞ്ഞെടുത്തത് വാസ്തവമാണോ എന്ന ചിന്ത പലപ്പോഴും എൻ്റെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുമ്പോൾ ഞാൻ അമ്മയുടെ വാക്കുകൾ ഓർക്കുകയും ദൈവഹിതം നിറവേറട്ടെ എന്ന് ആശ്വസിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് എനിക്ക് എന്നെക്കുറിച്ച് പറയാനുള്ളത്. പരിശുദ്ധ പിതാവിന് നൽകേണ്ട സന്ദേശങ്ങൾ പല പ്രാവശ്യം പല ഭാഷകളിൽ എൻ്റെ ആത്മീയ നിയന്താവ് വത്തിക്കാനിൽ എത്തിക്കുകയുണ്ടായി. പരിശുദ്ധ പിതാവ് എന്നെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ അനുഗ്രഹം തന്നാൽ അവിടുത്തെ മുമ്പിൽ എനിക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളെപ്പറ്റി പറയാൻ ഞാൻ ഒരുക്കമാണ്. മോൺസിഞ്ഞോർ ജോർജ് ടുട്ടോ, ഇംഗ്ലണ്ട്. ഈ ആളെ ഞാൻ 2 പ്രാവശ്യം കാണുകയുണ്ടായി. അവളുടെ ലളിതമായ മോൺസിഞ്ഞോർ പറയുന്നതാണ് കേട്ടോ. ഈ സാൻഡോയെ അദ്ദേഹം 2 പ്രാവശ്യം കണ്ടുമുട്ടി. വിനീതമായ സംസാരം, ലളിതമായ എളിമയുള്ള പെരുമാറ്റം, മറിയത്തിൻ്റെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാലയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് മാത്രമാണ് അവളുടെ ജീവിത ഉദ്ദേശം. എലിസബത്ത് 20 വർഷക്കാലത്തോളം ഈ ഡയറി എഴുതി. 1961 മുതൽ 81 വരെ. 1985 ഏപ്രിൽ 11 73-ാമത്തെ വയസ്സിൽ മരിക്കുന്നത്. നമുക്ക് ഡയറി വായിച്ച് കേൾക്കാം കേട്ടോ. 1961 മുതൽ 62 വരെ എഴുതിയ ഡയറിയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു ഇരുണ്ട രാത്രിയായിരുന്നു ഈ എലിസബത്തിന്. കാരണം ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ. ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ ഇതിൽ പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ളതല്ലേ എന്ന് നമുക്ക് മനസ്സിലാകും. ഇരുണ്ട രാത്രി. ദൈവത്തിൻ്റെ എല്ലാ മാർഗങ്ങളും നമ്മെ നിത്യതയിലേക്ക് നയിക്കുന്നവയാണ്. എന്നാൽ നാം അവിടെ നിന്ന് അകന്നു പോകുന്നു. ഞാനും ചെയ്തത് ഇത് തന്നെ. എൻ്റെ വൈദവ്യത്തിലെ കഷ്ടതകളും ആശങ്കകളും കഠിനാധ്വാനവും എൻ്റെ ആത്മീയ ജീവിതം തന്നെ മറന്നു കളയാൻ എന്നെ പ്രേരിപ്പിക്കുകയും സാവകാശം ഞാൻ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങുകയും ചെയ്തു. നിരന്തരമായ അധ്വാനവും ജീവൻ നിലനിർത്താനുള്ള പ്രയത്നങ്ങളും എൻ്റെ ആത്മീയ ജീവിതം ഇല്ലാതാക്കുക മാത്രമല്ല, എൻ്റെ വിശ്വാസം തന്നെ നഷ്ടപ്പെടാൻ കാരണമായി. എന്തിനാണ് എനിക്ക് ഇത്ര വലിയ കുടുംബം തന്നത്? ഞാൻ സ്വയം ചോദിക്കാൻ ആരംഭിച്ചു. ഇത്തരം ചിന്തകളിൽ മുഴുകിയ ഞാൻ വിശുദ്ധമെന്ന് കരുതിയതെല്ലാം ശൂന്യവും വിഡ്ഢിത്തവും നിറഞ്ഞതുമാണെന്നും കൂടി ചിന്തിച്ചു തുടങ്ങി. ഞാനൊരു ജോലിയിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ എൻ്റെ ദുരിതങ്ങളും പ്രലോഭനങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എന്തിനാണ് നിന്നെ തന്നെ വഞ്ചിക്കുന്നത്? കുട്ടികൾക്ക് വേണ്ടിയല്ലായിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് നീ പണ്ടേ ഉപേക്ഷിക്കുമായിരുന്നു. അവരോട് നീ എന്താണ് പറയുക? നീ തന്നെ വിശ്വസിക്കാത്ത ഒരു കാര്യം അവരോട് എങ്ങനെയാണ് വിശദീകരിക്കുക? നിൻ്റെ മുഖംമൂടി എടുത്തു മാറ്റുക. നിനക്ക് ആശ്വാസം ലഭിക്കും. നീ രഹസ്യമായി വച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അധികം താമസിയാതെ നിൻ്റെ കുട്ടികൾ മനസ്സിലാക്കും.
ഇതെല്ലാം എലിസബത്ത് സാൻഡോയുടെ ചിന്തകളാണ്. ഇതുപോലെയുള്ള സെയിം ചിന്തകളിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. പെട്ടെന്ന് ഡയറിയാണ് വായിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് എൻ്റെ ചിന്തകൾ ഞാൻ നിർത്തി. ദൈവത്തിൻ്റെ അവ്യക്ത രൂപം എൻ്റെ മുമ്പിൽ വന്നു നിന്നു. എൻ്റെ ഉള്ളിൽ ഘോരമായൊരു സംഘട്ടനം നടന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അപ്പോൾ എൻ്റെ ആത്മാവിൽ അഗാധതയിലൊരു ശക്തമായ യുദ്ധം ആരംഭിച്ചു. അത് വളരെ നീണ്ടു നിന്ന ഭീതിതമായ പ്രകോപനപരമായ ഒരു സംഘട്ടനം തന്നെയായിരുന്നു. ഞാൻ വിശുദ്ധ ബലിയർപ്പണം തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ അത് വിരസവും ശൂന്യവുമായ ഒരു അനുഭവമായിരുന്നു. പ്രാർത്ഥിച്ചില്ലെന്ന് മാത്രമല്ല, എനിക്ക് കടുത്ത വിരസത അനുഭവപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ദേവാലയത്തിൽ പോകുന്നത് നിർത്തി. വെറുതെ ബോറടിക്കാൻ എന്തിന് പള്ളിയിൽ പോകണം എന്ന ചിന്തകൾ എന്നെ ഏറെ ആകുലപ്പെടുത്തിയെങ്കിലും എൻ്റെ മനസ്സാക്ഷി കീഴടങ്ങി. ഒരു ഞായറാഴ്ച കുട്ടികളെയെല്ലാം പള്ളിയിലേക്ക് പറഞ്ഞു വിടുവാൻ ആരംഭിച്ച ശേഷം ഞാൻ തുണികൾ കഴുകാൻ ആരംഭിച്ചു. എൻ്റെ കുട്ടികൾ പോകും മുമ്പേ എന്നോട് പറഞ്ഞു, വേഗമാവട്ടെ, സമയം 6:30 ഞാൻ അവരോട് ദേഷ്യപ്പെട്ടു. എൻ്റെ ജോലി തുടർന്നു. എൻ്റെ മകൻ നിർബന്ധിച്ച് പറഞ്ഞു, വേഗം ദേവാലയത്തിലേക്ക് വരൂ. ഇതെന്നെ സ്പർശിച്ചു. ഞാൻ അവരുടെ പിന്നാലെ ദേവാലയത്തിലെത്തി. ഞാൻ കുർബാനയ്ക്ക് എത്തിച്ചേർന്നുവെങ്കിലും ദൈവത്തോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ മനസ്സ് വിവിധ ചിന്തകളിൽ അലഞ്ഞു നടന്നു. കർമ്മലീത്തക്കാരുടെ ഉപവാസം ഞാനെന്തിനു തുടരണം? ഞാനല്ലെങ്കിലും എനിക്ക് ലഭിക്കുന്ന അല്പഭക്ഷണം കൊണ്ട് ഉപവസിക്കുക തന്നെയല്ലേ? കർമ്മലീത്ത സഭാംഗമായിട്ടുള്ള എലിസബത്തിൻ്റെ ചിന്തകളാണ് കേട്ടോ. ഞാൻ പതിവനുസരിച്ച് ഈ സഭയുടെ ഉപവാസ ദിനം തുടർന്നിരുന്നു. എൻ്റെ ഭവനത്തിൽ തിരിച്ചെത്തിയ ശേഷം ഞാൻ പരിശുദ്ധ അമ്മയുടെ ചെറിയ ഒപ്പീസ് പുസ്തകം കയ്യിലെടുത്തു. തുടർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യം അതൊരു ചെറിയ മർമ്മരം മാത്രമായിരുന്നെങ്കിലും അതൊരു സങ്കീർത്തനം എൻ്റെ ആത്മാവിനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉപയുക്തമാക്കി. ഞാൻ എൻ്റെ പഴയ പ്രാർത്ഥന പുസ്തകം എടുത്തു. എന്നാൽ അതെന്നിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല. ഞാൻ കരയാൻ ആരംഭിച്ചു. ദൈവത്തിന് എന്നെക്കുറിച്ച് ഒന്നും അറിയേണ്ട. ഞാൻ വിലപിച്ചു. ഞാൻ തീവ്രമായ ആത്മീയ മാനസിക വേദനയിലായി. അന്നേരത്തെ എൻ്റെ ചിന്തകൾ എഴുതുകയോ ആവർത്തിക്കുകയോ ചെയ്താൽ അത് ദൈവ നിന്ദയാകും. എൻ്റെ ആത്മീയ സംഘടന വേളയിൽ ഞാൻ പിശാചിൻ്റെ ശബ്ദം കേട്ടു. നീ ഇതൊക്കെ അനുഭവിക്കാൻ ഞാൻ അനുവദിച്ചതിന് കാരണം നിൻ്റെ ഈ യുദ്ധം അർത്ഥമില്ലാത്തതാണ് എന്ന് നീ തിരിച്ചറിയാനാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെയുള്ള ആത്മീയ സംഘർഷണം ഒക്കെ പലരുടെയും ജീവിതത്തിൽ വരുന്നുണ്ട്. എന്തിനാ നമ്മളിങ്ങനെ ഉപവസിക്കുന്നത്? ഈ എലിസബത്ത് ചിന്തിച്ച അതേ ചിന്ത ഞാനും ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് ആകെ അല്പഭക്ഷണമല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ ഉപവസിക്കണേ? അങ്ങനെ ചിന്തിച്ചു അത്രേ. പലപ്പോഴും ഞാനും അങ്ങനെ ചിന്തിക്കും. ഇപ്പോൾ ആമാശയില്ലല്ലോ, ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഉപവാസം? പിന്നെ ഉപവാസം എന്തിനാ? നമ്മുടെ ചിന്തകളാണ് കേട്ടോ ഈ ഡയറിയിൽ മുഴുവൻ കാണുക. ഡയറി ഞാൻ തുടർന്ന് വായിക്കാം. എൻ്റെ ഈ ആത്മീയ യുദ്ധത്തിൻ്റെ അവസ്ഥ 3 വർഷക്കാലം നീണ്ടു നിന്നു. ഒരു ദിവസം കുട്ടികളിൽ ഒരാൾ പറഞ്ഞു, അമ്മ 2 മണിക്ക് വസ്ത്രം മാറി തയ്യാറാകണം. ഇന്ന് അങ്കിൾ ബിയുടെ ശവസംസ്കാരമാണ്. അപ്പോൾ 1 മണി സമയമായിരുന്നു. ഈ ദുഃഖവാർത്ത എൻ്റെ ഹൃദയത്തിലൊരു മുറിവായിരുന്നു. ഞാൻ താമസിയാതെ ഒരുങ്ങിയിറങ്ങി. ശവസംസ്കാരം നടക്കുന്നിടത്ത് എത്തിയപ്പോൾ ഞാൻ തേങ്ങി. എല്ലാവർക്കും നല്ല മാതൃകയായിരുന്ന വിശുദ്ധ ജീവിതം നയിച്ച ഒരു യഥാർത്ഥ കർമ്മലീത്ത അംഗമായിരുന്ന ഇദ്ദേഹം എത്ര ആനന്ദിക്കുന്നുണ്ടാകണം. ഞാനോ ഈ ഉന്നത സ്ഥിതിയിലേക്ക് എനിക്ക് എത്താനാകുമോ? അപ്പോൾ കരയരുത് എന്ന ഒരു ശാന്തമായ ദയാപൂർണമായ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. വിശദമായ ശബ്ദം കൽപ്പിച്ചു, കർമ്മല മലയിലേക്ക് പോവുക. അടുത്ത ദിവസം ജൂലൈ 16 സഭയുടെ രക്ഷാധികാരിയായ കർമ്മല രാജ്ഞിയുടെ തിരുനാളായിരുന്നു. അതിരാവിലെ ദേവാലയത്തിലെത്തിയ ഞാൻ വളരെ വൈകും വരെ അവിടെയായിരുന്നു. പതുക്കെ ഞാൻ കുമ്പസാരം നടത്താൻ തുടങ്ങി. എൻ്റെ സത്തയിലാകമാനം ഒരു ആത്മീയ വരൾച്ച അനുഭവപ്പെട്ടു. എനിക്കൊരു മനസ്താപവും തോന്നിയില്ല. യാന്ത്രികമായി ഞാൻ പ്രായശ്ചിത്തം അനുഷ്ഠിച്ചു. ഈ സമയമെല്ലാം പരിശുദ്ധ അമ്മയെ പുകഴ്ത്താൻ ഏറെ പേർ അവിടെ വന്നുകൊണ്ടിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. എൻ്റെ ചിന്ത മുഴുവനും മരണമടഞ്ഞ സഹോദരനെ കുറിച്ചായിരുന്നു. അതെൻ്റെ ആത്മാവിന് അല്പം ആശ്വാസം നൽകി.
എന്നെ പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് അയച്ചത് അദ്ദേഹമായിരുന്നല്ലോ. നീ പോയി അമ്മയുടെ കാൽക്കൽ നിന്നെ തന്നെ സമർപ്പിക്കുക. ഞാൻ പോയി, പക്ഷേ ഒരക്ഷരം ഉരിയാടാനായില്ല. എനിക്ക് ഒട്ടും ശാന്തി ലഭിച്ചില്ല. ഞാൻ വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. എൻ്റെ തകർന്ന ആത്മാവിനെ ഞാൻ കർമ്മലിൽ ഉപേക്ഷിച്ചു പോന്നു എന്ന അസാധാരണമായൊരു ചിന്തയാണ് എനിക്കുണ്ടായത്. ഞാൻ ആ ദിവസം മുഴുവൻ ഒന്നും തന്നെ ഭക്ഷിച്ചില്ല. ഒന്നും ഭക്ഷിക്കാനും എനിക്ക് ആഗ്രഹം തോന്നിയുമില്ല. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് എന്ത് കാര്യം? തിന്മ എൻ്റെ കാതിൽ മന്ത്രിച്ചു, നീ വിശ്രമിക്കുക, ബാക്കിയെല്ലാം മറക്കുക. ഭാരമേറിയ ഹൃദയത്തോടെ ഞാൻ പൂന്തോട്ടത്തിലേക്ക് പോയി. രാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ കരയാൻ തുടങ്ങി. നക്ഷത്രനിബിഡമായ ആകാശത്തിന് കീഴെ ഞങ്ങളുടെ പൂന്തോട്ടത്തിലെ ലൂർദ് മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അടുത്ത പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് അധികം അകലെയല്ലാത്തൊരു കൊച്ചു ദേവാലയത്തിൽ ഞാനൊരു യുവതിയായ അമ്മയായിരുന്നപ്പോൾ പോകുമായിരുന്ന സ്ഥലത്ത്, സഹോദരൻ ബിയെ കാണുമായിരുന്ന സ്ഥലത്ത് വിശുദ്ധ ബലിക്കായിട്ട് ഞാനിപ്പോൾ പോയി. അദ്ദേഹത്തിൻ്റെ ഭക്തിയാണ് എന്നെ ഇവിടേക്ക് വീണ്ടും കൊണ്ടുവന്നതെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ വളരെ നല്ല മികച്ച ഒരു അമ്മയാണെന്ന് വഴിയിൽ വെച്ച് ചില പഴയ പരിചയക്കാരൊക്കെ പറഞ്ഞു. എന്നെ ഒരു പൊങ്ങച്ചക്കാരിയാക്കാനുള്ള തിന്മയുടെ ശ്രമമാണ് അതെന്ന് ഞാൻ ആശങ്കാകുലയായി. സ്വർഗീയ അമ്മ, എന്നെ കൈവെടിയരുത്. ഇനി ഒരിക്കലും ഞാൻ അവിടത്തോട് അവിശ്വസ്തത കാണിക്കുകയില്ല. ആ സമയത്ത് കർത്താവിൻ്റെ മുറിവേൽപ്പിക്കപ്പെട്ട മുഖം എൻ്റെ ആത്മീയ നയനങ്ങളിൽ തെളിഞ്ഞു വന്നു. ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഞാൻ പീഡകൾ സഹിച്ചില്ലേ? വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. വിശ്വാസം, ശരണം, ഉപവി എന്നീ ദൈവിക പുണ്യങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയും അവിടുന്ന് നിന്ന് ഇനി ഒരിക്കലും അകന്നു പോകാത്ത വിധം അവിടുത്തെ പാദങ്ങളിൽ എന്നെ ചേർത്ത് ബന്ധിക്കണമേ എന്നും യാചിക്കുകയും എന്നാൽ മാത്രമേ ഞാൻ സുരക്ഷിതയാകൂ എന്ന് പറയുകയും ചെയ്തു. ഞാൻ വളരെ ചപലയും ഭൗതികവാദിയും ആയതിനാൽ സ്വയനിഗ്രഹം പരിശീലിക്കാൻ അവിടുന്ന് കൽപ്പിച്ചു. ഞാൻ നിന്നെ നിർബന്ധിക്കുകയില്ല. നിനക്ക് സ്വതന്ത്ര മനസ്സ് നൽകപ്പെട്ടിരിക്കുന്നു. നിനക്ക് ആവശ്യമെങ്കിൽ ഇത് ചെയ്യുക. ഇതാണ് കേട്ടത്. എൻ്റെ സർവ്വ കഴിവുകളോടും കൂടെ ഞാൻ സ്വയം പരിത്യജിക്കാൻ ആരംഭിച്ചു. എനിക്ക് ചുറ്റും വലിയ മാറ്റം സംഭവിക്കുകയും ഞാൻ അവിടത്തോട് കൂടുതൽ അടുക്കാൻ ആരംഭിക്കുകയും ചെയ്തു. നീ കൂടുതൽ സ്വയം നിഗ്രഹം പരിശീലിച്ചാൽ ഞാൻ മികവുറ്റ അനുഗ്രഹങ്ങൾ നിനക്ക് നൽകാം എന്ന് അവിടുന്ന് അറിയിച്ചു. ഈ വാക്കുകൾ വളരെ ഗൗരവതരമാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടുത്തെ ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചു തരാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ചോദിച്ചു. നീ എന്നെ പരിപൂർണമായി വിശ്വസിക്കുകയും അതിനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുകയും ചെയ്താൽ മതി. എൻ്റെ മനസ്സിൽ ആശങ്കകൾ ഉയർന്നുവെങ്കിലും കർത്താവ് പടിപടിയായി എൻ്റെ മനസ്സിനെ ദീപ്തമാക്കിക്കൊണ്ടിരുന്നു. അവിടുന്ന് നിന്ന് എന്നെ അകറ്റുന്ന സകലതും ഉപേക്ഷിക്കാൻ എന്നെ സഹായിച്ചു. എൻ്റെ ഭവനവും സകല വസ്തുവകകളും ഞാൻ കുടുംബാംഗങ്ങൾക്കിടയിൽ വീതിച്ചു നൽകി. ഇപ്പോൾ ഞാൻ ധനികയായി, എനിക്ക് വേണ്ടതെല്ലാം ലഭിക്കുകയും ചെയ്തു. വിശുദ്ധ ബലി മധ്യേ ഞാൻ കർത്താവിനോട് മാപ്പ് ചോദിച്ചു. എന്നാൽ എൻ്റെ സമീപത്തിരുന്നവർ വിശുദ്ധ കുർബാന സ്വീകരണത്തിനായി പോകുമ്പോൾ, വരൂ നമുക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ കരം ഗ്രഹിച്ചിട്ടും എനിക്ക് എഴുന്നേറ്റ് പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ധൈര്യമുണ്ടായില്ല. പ്രിയ കൂട്ടുകാരെ, ഈ സാധാരണ വീട്ടമ്മയുടെ ഡയറി മനസ്സിരുത്തി വായിച്ചാലുണ്ടല്ലോ, അത് നമ്മൾ തന്നെയാണ്. ഇത് വലിയ വേദപാരംഗതയോ വലിയ വിശുദ്ധയോ ഒന്നുമല്ല. സാധാരണ 6 കുട്ടികളുടെ അമ്മയെ, കഷ്ടപ്പാട്, ഇരുമ്പുശാലയിൽ പോലും പണിയെടുക്കേണ്ടി വന്ന ഒരു വിധവയായ അമ്മ. മനസ്സ് മുഴുവൻ ദേഷ്യവും നിരാശയുമാണ് ദൈവത്തോടും. എന്തിനാണ് എനിക്കിങ്ങനെ ഇത്ര വലിയ കുടുംബം തന്നത്? ആദ്യകാലം മുതലേ ഇതൊക്കെ ഇത് വായിക്കുന്നവരുടെ ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. കന്യാസ്ത്രീയാവണമെന്ന് ആഗ്രഹിച്ചു, സാധിച്ചില്ല. പഠിക്കാൻ പറ്റിയില്ല, കല്യാണം കഴിപ്പിച്ചു. എത്ര കുടുംബങ്ങളിൽ എത്ര പെൺമക്കൾക്ക് ഇതുപോലുള്ള അനുഭവമുണ്ട്. അതായത് ആദ്യത്തെ ആഗ്രഹം തന്നെ കർത്താവ് വെട്ടിക്കളഞ്ഞു, കർത്താവിൻ്റെ ഹിതം നടപ്പിലാക്കി തുടങ്ങി. ഈ ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സ്ഥലത്തേക്ക് ഒഴുകുമ്പോൾ അതിൻ്റെ ഒപ്പം നീന്താൻ നല്ല സുഖം. അതായത് നമുക്ക് കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം, അപ്പന്മാർ കല്യാണം കഴിപ്പിച്ച് തരുന്നു, ജീവിതം തുടങ്ങുന്നു, നല്ല കാര്യം. എന്നാൽ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം ഇല്ലാത്തൊരു വ്യക്തിയെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചാലോ? അതുപോലെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു
വ്യക്തിയെ പിടിച്ച് നേർച്ച നേർന്ന് സന്യാസത്തിലേക്ക് വിട്ടാലോ? രണ്ടും വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിന് പിന്നിലെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന്. ആ സഹനങ്ങളാണ് ഈശോയ്ക്ക് ആവശ്യം, സുഖമായൊരു ജീവിതമല്ല. എലിസബത്തിൻ്റെ ഡയറി മനസ്സിരുത്തി വായിച്ചാലുണ്ടല്ലോ, അത് നമ്മൾ തന്നെയാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലേ എങ്കിൽ നീയും ഒരു എലിസബത്ത് സാൻഡോയാണ്. ഈ കുട്ടികളില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഞാനിത് അവസാനിപ്പിച്ചേനെ എന്ന് ഈ ഡയറിയിൽ വായിക്കുമ്പോൾ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ചിരിക്കുകയാണ്. ദൈവമേ, ഇതുപോലെ സാമ്യമുള്ള ചിന്തകൾ, എന്തുമാത്രം സാമ്യമുള്ള ചിന്തകളാണിത്. പല അമ്മമാരും കുട്ടികളുള്ളത് കൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്യാതെ ഇന്ന് ജീവിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ സഹനമാണ് കേട്ടോ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി കർത്താവ് എടുക്കുന്നത്. ഈശോയ്ക്ക് പരിഹാരമാണ് വേണ്ടത്, സഹനമാണ് വേണ്ടത് സഹോദരങ്ങളെ, അല്ലാതെ സുഖകരമായ ജീവിതമൊന്നും അല്ല വേണ്ടത്. അപ്പോൾ മറുവശത്ത് ചോദിക്കും, അപ്പോൾ നമ്മൾ സുഖിക്കരുത് എന്നാണോ ഈശോയ്ക്ക്? അതല്ല അതിൻ്റെ അർത്ഥം. ആ സഹനത്തിലും സുഖം കണ്ടെത്താൻ ഈശോ കണ്ടെത്തിയതുപോലെ നമ്മൾ ഉയരണം. അതുപോലെ ഈ സഹോദരിയുടെ ഡയറിയിൽ എഴുതുന്നുണ്ട്, ഈ ഭക്ഷണം കഴിക്കണത് എന്തിനാ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് എന്തിനാ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചിന്തകളാണ് കേട്ടോ. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഈ ഡയറി വായിക്കുമ്പോൾ മനസ്സിരുത്തി വായിച്ചോളൂ. അത് നമ്മൾ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് ഒരു ഉപകരണമായിട്ട് മാറാം, ഇതാണ് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങളൊന്നും, വലിയ വലിയ പുസ്തകങ്ങളൊന്നും, ഡയറികളൊന്നും, വേദപാരംഗതമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്നേ. ഈ അമ്മ ചെയ്ത കാര്യങ്ങൾ, ഈ അമ്മയോട് പരിശുദ്ധ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, നമുക്കും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിജ്വാലയുടെ തീപ്പൊരി നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് കൊടുക്കാൻ കഴിയും. അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇനി അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കുറച്ചായിട്ട് ഞാൻ വായിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമ്മെ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.